ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡ ഏകോനഷഷ്ടീതമ സർഗഃ സുഭാർഷവദനാനുവാദഃ. തതസ്തദമൃതാസ്വാദം ഗൃദ്ധരാജേന ഭാഷിതം നിശമ്യവദതാ ഹൃഷ്ടാസ്തൈവജപ്ലവകർഷഭാഃ. ജാംബവാൻ വാനരശ്രേഷ്ഠാ സഹ സർവൈ പ്ലവംഗമൈഃ ഭൂതലാ സഹസോത്ഥായ ഗൃദ്ധരാജമദാബ്രവീത് ക്വ സീതാ കേന വാ ദൃഷ്ടാ കോ വാ ഹരതി മൈഥിലിം തഥാഖ്യാതു ഭവാൻ സർവം ഗദർഭവനൗകസാം കോ ദാശരഥി ബാണാനാം വജ്രവേഗനിവാദിനാം സ്വയം ലക്ഷ്മണമുക്താനാം ന ചിന്തയതി വിക്രമം സ ഹരീൻ പ്രീതി സംയുക്താൻ സീതാശ്രുതി സമാഹിതാൻ പുനരാശ്വാസയൻ പ്രീത ഇദം വചനമബ്രവീത്. ശ്രൂയതാമിഹ വൈദേഹ്യ യദാ മേ ഹരണം ശ്രുതം യേന ചാപി മമാഖ്യാതം യത്ര വാ യദലോചന അഹമസ്മിൻ ഗിരോ ദുർഗേ ബഹുയോജനമായതേ ചിരാനിവദിതോ വൃദ്ധ ക്ഷീണപ്രാണപരാക്രമഃ തം മാമേവം ഗതം പുത്ര സുഭാർശോ നാമനാമതഃ ആഹാരേണ യഥാ കാലം ബിഭർത്തി പദതാം വരഃ തീഷ്ണകാമാസ്തു ഗന്ധർവാ തീഷ്ണഗോപാ ഭുജംഗമാഃ മൃഗാണാം തു ഭയം തീഷ്ണം തതസ്തീഷ്ണശ്രുതാ വയം സ കഥാചിക്ഷുതാർത്ഥസ്യ മമാഹാരാഭികാംക്ഷിണഃ ഗതസൂര്യേ ഹനിപ്രാപ്തോ മമ പുത്രോ ഹനാമിഷ സ മയാ വൃദ്ധഭാവാച്ച കോപാച്ച പരിഭത്സിതഃ ഷുട്പിപാസാ പരീതേന കുമാരഃ പദതാം വരഃ സ മാമാഹാരസംരോധാ പീഡിതം പ്രീതിവർദ്ധന അനുമാനയതാ തത്വം ഇദം വചനമബ്രവീത് അഹം താതാ യഥാ കാലം ആമിഷാർത്തി കമാപ്ലുതഃ മഹേന്ദ്രസ്യ ഗിരേർദ്വാരം ആവൃത്യ ച സമാസ്ഥിതഃ തതസത്വസഹസ്രാണാം സാഗരാന്തരചാരിണാം പന്താനമേകോദ്യവസം സംനിരോധുമവാങ്മുഖ തത്ര കശ്ചിന്മയാ ദൃഷ്ടാ സൂര്യോദയസമപ്രഭാം സ്ത്രിയമാദായ ഗച്ഛൻ വൈ ഭിന്നാഞ്ജനജയോപമാ സോഹമഭ്യവഹാരാർത്ഥി തൗ ദൃഷ്ട്വാ കൃതനിശ്ചയഃ തേന സാമ്നാ വിനീതേന പന്താനം അഭിയാജിതഃ നഹി സാമോപപന്നാനാം പ്രഹർത്താ വിദ്യതേ ക്വചിത് നിജേഷു വിജ്ഞനഃ കശ്ചിത് കിമംഗപദമദ്വിതഃ സ യാതസ്തേജസാ വ്യോമാ സംക്ഷിപന്നിവ വേഗിതഃ അതാഹം കേചരേർഭൂതേരഭിഗമ്യ സവാജിതഃ ദൃഷ്ട്യാ ജീവതി സീതേതീഹ ബ്രുവൻ മാം മഹർഷയഃ കഥംചിത് സകലോത്രോസോ ഗതസ്തേ സ്വസ്ത്യ സംശയം ഏവമുക്തസ്തദോഹം തൈ സിദ്ധേ പരമശോഭനൈഃ സജമേ രാവണോ രാജ രക്ഷസാം പ്രതിവേദിതഃ ഹരൻ ദാശരഥേർഭാര്യാം രാമസ്യ ജനകാത്മജാം ഭ്രഷ്ടാഭരണകൗശേയാം ശോകവേഗപരാജിതാം രാമലക്ഷ്മണയോർനാമ ക്രോശന്തി മുക്തമൂർധജാം ഏഷ കാലാദ്യയസ്താവത്തിതി കാലവിദാംബരഃ ഏതമർത്ഥം സമഗ്രം മേ സുഭാഷ പ്രത്യവേദയത് തശ്രുത്വാഭിः മേ ബുദ്ധിർനാസീത് കാചിത് പരാക്രമേ അപക്ഷോഹം കഥം പക്ഷേ കർമ്മ കിഞ്ചിത് ഉപക്രമേ യത്തു ശക്യം മയാ കർത്തും വാഗ്ബുദ്ധി ഗുണവർത്തിന ശ്രൂയതാം തത് പ്രവക്ഷ്യാമി ഭവതാം പൗരുഷാശ്രയം വാഗ്മതിഭ്യാം തു സർവേഷാം കരിഷ്യാമി പ്രിയം ഹി വഃ യദ്ധി ദാശരഥേ കാര്യം മമ തന്നാത്ര സംശയഃ തേ ഭവന്തോ മതിശ്രേഷ്ഠാ ബലവന്തോ മനസ്സിനഃ പ്രേഷിതാ കവിരാജേന ദേവേന വിദുരാ സദാഃ രാമലക്ഷ്മണബാണാശ്ച നിശിതാ കങ്കപത്രിണഃ ത്രയാണാമപി ലോകാനാം പര്യാപ്താസ്ത്രാണനിഗ്രഹേ കാമം ഖലു ദശഗ്രീവസ്തേജോ ബലസമന്വിതഃ ഭവതാം തു സമർത്ഥാനാം ന കിഞ്ചിത് അപി ദുഷ്കരം തദലം കാലസംഗേന ക്രിയതാം ബുദ്ധിനിശ്ചയഃ നഹി കർമ്മസു സജ്ജന്തേ ബുദ്ധിമന്തോ ഭവദ്വിദ.
ഭവതാബ്ദു സമർത്ഥാനാം ന കിഞ്ചിത് അപി ദുഷ്കരം തദലം കാലസംഗേന ക്രിയതാം ബുദ്ധിനിശ്ചയഃ നഹി കർമ്മസു സജ്ജന്തി ബുദ്ധിമന്തോ ഭവദ്വിദാഃ ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ കിഷ്കിന്ധാകാണ്ഡേ സുപാർശ്വവചനാനുവാദോ നാമ ഏകോനഷഷ്ടീതമഃ സർഗഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ 59-ാമത്തെ സർഗം സീതാവൃത്താന്ത പുനഃകഥനം. ആ ഗൃധ്രരാജൻ്റെ അമൃതം പോലെ മധുരമായ വാക്കുകേട്ട് വാനരന്മാരേവരും സന്തോഷം പൂണ്ടു. വാനരശ്രേഷ്ഠനായ ജാമ്പവാൻ മറ്റെല്ലാ വാനരന്മാരോടുമൊത്ത് വേഗം നിലത്തു നിന്ന് എഴുന്നേറ്റ് ഗൃധ്രരാജനോട് പറഞ്ഞു, സീത എവിടെ? ആരവളെ കണ്ടു? ആരാണ് സീതയെ കണ്ടത്? അങ്ങൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. വാനരന്മാർക്ക് ഒരാശ്രയമായാലും ഇടുത്തി പോലെ പതിക്കുന്ന രാമബാണങ്ങളുടെയും ലക്ഷ്മണൻ സ്വയം അയക്കുന്നവയുടെയും വിക്രമത്തെ വകവയ്ക്കാത്തവൻ ആര്? പ്രായോപവേശം വെടിഞ്ഞ് സീതാവൃത്താന്തം അറിയാൻ ഔത്സുകരായ വാനരന്മാരെ വീണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പ്രീതനായി പറഞ്ഞു, സീതാഹരണം ഞാൻ കേട്ടവാർ എങ്ങനെയെന്നും ആരാണ് എന്നോട് പറഞ്ഞതെന്നും ആ നീൻമിഴിയാൾ എവിടെയെന്നും കേട്ടുകൊണ്ടാലും വൃദ്ധനും ബലപരാക്രമങ്ങൾ ക്ഷയിച്ചവനുമായ ഞാൻ വിസ്താരമേറിയതും ദുഷ്പ്രവേശവുമായ ഈ മലയിൽ വളരെ പണ്ട് വന്നു വീണു. ഈ നിലയിലെത്തിയ എന്നെ എൻ്റെ മകൻ സുഭാർഷൻ എന്ന പേരാർന്ന പക്ഷിശ്രേഷ്ഠൻ യഥാകാലം വേണ്ട ആഹാരം നൽകി കാത്തുപോരുന്നു. തീക്ഷ്ണകാമരാണ് ഗന്ധർവന്മാർ, തീക്ഷ്ണ കോപരാണ് പാമ്പുകൾ. മൃഗങ്ങൾക്ക് ഭയം തീക്ഷ്ണം, ഞങ്ങൾക്കോ വിശപ്പും തീക്ഷ്ണം. ഒരിക്കൽ വിശന്ന് ഇര കാത്തിരിക്കുന്ന എൻ്റെ അടുത്ത് അന്തിക്ക് എൻ്റെ മകൻ ഇരയൊന്നുമില്ലാതെ വന്നു. ആഹാരം കിട്ടാൻ ഞാൻ അവനെ ശകാരിച്ചു. ആ പ്രിയപുത്രൻ വേണ്ട പോലെ മാപ്പിരെന്ന് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാൻ പതിവ് നേരത്ത് ആഹാരത്തിനായി ആകാശത്തേക്ക് പറന്നു. മഹേന്ദ്രപർവ്വതത്തിൻ്റെ ഇടവഴി അടച്ചുകൊണ്ട് നിലകൊണ്ടു. അവിടെ കടലിൽ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ജന്തുക്കളെ തടയാനായി ഒറ്റയ്ക്ക് തലയും താഴ്ത്തി നിലയുറപ്പിച്ചു. അപ്പോൾ ബാലസൂര്യ സദൃശിയായ ഒരു സ്ത്രീയെയും കൊണ്ടുപോകുന്ന അഞ്ജനക്കട്ടയ്ക്ക് തുല്യനായ ഒരുവനെ ഞാൻ കണ്ടു. അവരെ കണ്ട് തീറ്റയാക്കാൻ തീർച്ചയാക്കി എന്നോട് അവൻ സവിനയം നല്ല വാക്കിൽ വഴി യാചിച്ചു. നല്ല വാക്ക് പറയുന്നവരെ എതിർക്കുന്നവരായി നീചന്മാരിൽ പോലും ആരുമില്ല. പിന്നെ എൻ്റെ കാര്യം പറയാനുണ്ടോ? തേജസ്സിനാൽ ആകാശത്തെ വ്യാപിച്ചുകൊണ്ട് അവൻ വേഗം പോയി. പിന്നെ വ്യോമചാരികളായ ഭൂതങ്ങൾ വന്ന് എന്നെ പൂജിച്ചു. ദൈവാധീനം കൊണ്ട് സീത ജീവിച്ചിരിക്കുന്നു എന്ന് മഹർഷിമാർ എന്നോട് പറഞ്ഞു. സ്ത്രീയോടൊത്ത് ഇവൻ എങ്ങനെയോ പോയി, നിനക്ക് മംഗളം, സംശയമില്ല. പരമശോഭനരായ സിദ്ധന്മാർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, ആ പോയത് രാക്ഷസ രാജാവായ രാവണനാണ് എന്ന്. ശോകതപ്തയും ആഭരണങ്ങളും പട്ടും ഉലഞ്ഞവളും മുടി അഴിഞ്ഞവളും രാമലക്ഷ്മണന്മാരുടെ പേര് ചൊല്ലി കരയുന്നവളും രാമഭാര്യയുമായ സീതയെയും ഞാൻ കണ്ടു. അച്ഛാ, ഇതാണ് കാലതാമസത്തിന് കാരണം എന്ന് വാക്യജ്ഞരൻ മുമ്പനായ അവൻ പറഞ്ഞു. ഈ വക കാര്യങ്ങളൊക്കെ സുഭാർഷൻ എന്നോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും പരാക്രമത്തിനൊന്നും എനിക്ക് തോന്നിയില്ല. ചിറകില്ലാത്ത പക്ഷി എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? വാഗ്ബുദ്ധി ഗുണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കേട്ടുകൊള്ളുവിൻ. അത് നിങ്ങളുടെ പൗരുഷം കൊണ്ട് സാധിക്കാം. വാക്കും ബുദ്ധിയും കൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം പ്രിയം ചെയ്യാം. ദാശരഥിയുടെ കാര്യം എൻ്റേതാണ്, സംശയമില്ല. ബലവാന്മാരും ബുദ്ധിമാന്മാരും ധീരന്മാരും ദേവന്മാർക്കും അജയ്യരുമായ നിങ്ങളെയാണ് കവിരാജൻ അയച്ചിരിക്കുന്നത്. കങ്കപത്രങ്ങൾ ഇണക്കിയ രാമലക്ഷ്മണ ബാണങ്ങൾ മുപ്പാരിനെയും മുടിക്കാനും പാലിക്കാനും സമർത്ഥങ്ങളാണ്. രാവണൻ എത്രയോ തേജോബലയുക്തനാവട്ടെ, സമർത്ഥരായ നിങ്ങൾക്ക് ദുഷ്കരമായിട്ട് ഒന്നുമില്ല. കാലം കളഞ്ഞത് മതി, ആലോചിച്ച് ഉറയ്ക്കുവിൻ. നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിമാന്മാർ കാര്യത്തിന് വിളംബം വരുത്തുകയില്ല. ഇതോടുകൂടി 59-ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.